ഐക്യനാടുകളിലും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനും തമ്മിലുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള തന്ത്രപ്രധാന പ്രതിരോധ സഖ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ പല പ്രമുഖ യൂറോപ്യൻ സഖ്യകക്ഷികളും തങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ പരസ്യ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ബ്രസൽസിൽ വെച്ച് നടന്ന നാറ്റോ ഉന്നതതല യോഗത്തിൽ സഖ്യകക്ഷികൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് പെന്റഗൺ മേധാവി ആഞ്ഞടിച്ചത്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്കും സൈനിക മുന്നേറ്റങ്ങൾക്കും തങ്ങളുടെ വ്യോമാതിർത്തി തുറന്നു നൽകാനും തന്ത്രപ്രധാനമായി സൈനിക താവളങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് പ്രവേശനം നൽകാനും പല യൂറോപ്യൻ രാജ്യങ്ങളും അടിച്ചുവെന്നാണ് ഹെഗ്സത്ത് പ്രധാനമായും ആരോപിക്കുന്നത്. യുദ്ധസമയത്ത് സഖ്യകക്ഷികൾ കാണിച്ച ഈ വിമുഖത കാരണം മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലായെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയെ ശത്രുക്കൾക്ക് മുന്നിൽ ഒറ്റപ്പെടുത്തുന്ന നീക്കമാണിതെന്നാണ് വാഷിംഗ്ടൺ വിലയിരുത്തുന്നത്. തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അസഹകരണത്തെ ലജ്ജാകരമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. വെറുമൊരു ശാസനയിൽ ഒതുങ്ങാതെ യൂറോപ്യൻ മണ്ണിലുള്ള അമേരിക്കയുടെ മൊത്തം സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും അടുത്ത 6 മാസത്തിനുള്ളിൽ സമഗ്രമായ പുനഃപരിശോധന നടത്തുമെന്ന കടുത്ത പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ 6 മാസത്തെ കാലാവധി യൂറോപ്പിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് മേൽ തൂങ്ങുന്ന വലിയൊരു വാളായി മാറിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തങ്ങളുടെ ആഗോള സൈനിക നയങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നതിന്റെ ഭാഗമായാണ് പെന്റഗണിന്റെ ഈ പുതിയ നീക്കങ്ങൾ. മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണവും സൈനിക ശേഷിയും വൻതോതിൽ വിനിയോഗിക്കുന്നതിനോട് ട്രംപിന് പണ്ട് മുതലേ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. നാറ്റോ സഖ്യകക്ഷികൾ തങ്ങളുടെ ആഭ്യന്തര പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കണമെന്ന ട്രംപിന്റെ ദീർഘകാലത്തെ ആവശ്യത്തിന്മേലുണ്ടായ കടുത്ത സമ്മർദ്ദമാണിത്. പെന്റഗണിന്റെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം നാറ്റോയിലെ മറ്റു പ്രമുഖ ശക്തികളായ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ യൂറോപ്പിലേക്കുള്ള അമേരിക്കൻ സൈനിക വിന്യാസം ഫണ്ടിങ്ങും കുറയ്ക്കുമെന്ന ഭീഷണി യാഥാർത്ഥ്യമായാൽ റഷ്യയെ പോലുള്ള വൻ ശക്തികളിൽ നിന്നുള്ള ഭീഷണികളെ ഒറ്റയ്ക്ക് നേരിടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പിൻബലമില്ലാതെ യൂറോപ്പിന് മുന്നോട്ട് പോകുക അസാധ്യമാണ്. ഇറാൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച മിതവാദ നിലപാടാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധമുണ്ടാകുന്നത് തങ്ങളുടെ ഒപ്പം ലോക സാമ്പത്തിക മേഖലയെയും എണ്ണവിലയെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഭയന്നാണ് യൂറോപ്പ് അമേരിക്കൻ നീക്കങ്ങൾക്ക് തടസ്സം നിന്നത്. എന്നാൽ ഇത് തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് ഒത്താശ പാടുന്നതിന് തുല്യമാണെന്നാണ് വാഷിംഗ്ടൺ കരുതുന്നത്. നാറ്റോയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ആഴത്തിലുള്ള ആഭ്യന്തര വിള്ളലാണ് ഇപ്പോൾ ബ്രസൽസിൽ ദൃശ്യമാകുന്നത്. ശീതയുദ്ധകാലം മുതൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ കവചമായി നിലനിന്നിരുന്ന ഈ സൈനിക കൂട്ടായ്മയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് അന്താരാഷ്ട്ര വേദികളിൽ നാറ്റോ സഖ്യം നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയായി വളർന്നിരിക്കുന്നു. സഖ്യകക്ഷികളുടെ പരമാധികാരത്തെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കാതെ ഏകപക്ഷീയമായ യുദ്ധങ്ങളിലേക്ക് തങ്ങളെ വലിച്ചിഴക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന രഹസ്യമായ ആക്ഷേപം യൂറോപ്യൻ നേതാക്കൾക്കുമുണ്ട്. എന്നാൽ അമേരിക്കയെ പരസ്യമായി പിണക്കാൻ അവർക്ക് ഭയമാണ്. ഈ 6 മാസത്തെ പുനഃപരിശോധനാ കാലാവധി അവസാനിക്കുന്നതോടെ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ ഭാവി എന്താകുമെന്ന കൃത്യമായ ചിത്രം ലഭിക്കും. ഈ സമയത്തിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങളിലേക്ക് കടക്കാനാണ് പെന്റഗണിന്റെ തീരുമാനം. ഇത് സഖ്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് പോലും കാരണമായേക്കാം. അമേരിക്കൻ സൈന്യം പിൻവാങ്ങുന്നതോടെ ഉണ്ടാകുന്ന പ്രതിരോധ ശൂന്യത നികത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കില്ല. വർഷങ്ങളായി സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം ആശ്രയിച്ചു ശീലിച്ച ഇവർക്ക് സ്വന്തമായി വലിയൊരു സൈനിക സന്നാഹം പെട്ടെന്ന് കെട്ടിപ്പടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ സാഹചര്യത്തിൽ ഹെഗ്സത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ യൂറോപ്യൻ നേതാക്കൾക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പരസ്യമായ പോരാട്ടവും ഭിന്നതയും റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള എതിർചേരിയിലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഖ്യത്തിനുള്ളിലെ തകർച്ച തങ്ങളുടെ ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. വരും മാസങ്ങളിൽ നാറ്റോ ആസ്ഥാനത്ത് അടിയന്തര യോഗങ്ങൾ ചേരാനും
അമേരിക്കയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ നിലപാടിൽ നിന്ന് അത്ര എളുപ്പം പിന്നോട്ടു പോകാൻ സാധ്യതയില്ലെന്ന സൂചനയാണ് ഹെക്സത്തിന്റെ വാക്കുകൾ നൽകുന്നത്. തങ്ങളുടെ ആധിപത്യവും സുരക്ഷാ മുൻഗണനകളും പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു സഖ്യത്തെ മാത്രമേ ഇനി അമേരിക്ക പിന്തുണയ്ക്കൂ എന്ന സന്ദേശം വ്യക്തമാണ്. ശക്തി പ്രകടനങ്ങൾക്കും നയതന്ത്രപരമായ വലിയൊരു മാറ്റത്തിന് നാറ്റോ വിധേയമാകേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ തർക്കം കൂടുതൽ വഷളാകുകയാണെങ്കിൽ അത് ആഗോളതലത്തിലെ പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിയെഴുതും. അമേരിക്കയും നാറ്റോയും തമ്മിലുള്ള ഈ വടംവലി മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഗതിയെയും ബാധിക്കും. ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് പീറ്റ് ഹെഗ്സത്തിന്റെ പ്രസ്താവന തുടക്കമിട്ടിരിക്കുന്നത്.